ഗായ്സ്, അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദേവി കേട്ടിരിക്കുകയാണ്. ഗായ്സ്, ഞാൻ വന്നില്ല പറയാം. നമുക്ക് ഇൻട്രോ ഞാൻ കൊടുക്കാം. എന്നെ കൂട്ടേണ്ടി വരും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകും. വൈകിട്ട് സ്നേഹനെ കൊണ്ടുപോകത്തില്ല. ഞാനും സീതയും മാത്രം സ്നേഹനെ കൊണ്ടുപോകത്തില്ല. ഞാനും സീതയും കൂടെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഞങ്ങള് ഇതാണ് ഈ വീഡിയോ എടുക്കുന്നവരുടെ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദേവി കേട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് ഇവളമാരെൻ്റെ പ്രാക്ക് കൊണ്ടാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, എൻ്റെ പ്രാർത്ഥന കേട്ടയാണ് എന്നെ കൊണ്ടുപോകാതെ പോകുന്നൊക്കെ ഇവളമാർ കിടന്ന് ഇവിടെ ഭയങ്കര വീമ്പടിക്കലായിരുന്നു. ലാസ്റ്റ് എന്തായാലും പോക്ക് ക്യാൻസൽ ആയിട്ടുണ്ട്. ഹാപ്പിയാണ്. അപ്പൊ ഗൈസ്, സ്നേഹയുടെ പ്രാക്ക് കാരണം ഞങ്ങൾക്ക് ചോറ്റാനിക്കര പോകാൻ പറ്റിയില്ല. ഞങ്ങൾ 2 മണി വരെ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇരുന്നത്. അപ്പം ഞങ്ങൾക്കിന്ന് 3:30 വരെയുണ്ട് സ്നേഹയുടെ പ്രാർത്ഥന പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോക്ക് അടുത്ത ആഴ്ചത്തേക്കാക്കി. അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് ചോറ്റാനിക്കര പോകാൻ പറ്റിയില്ല. ഇത് സ്നേഹ ഇവിടെ സന്തോഷം കൊണ്ട് ഇവിടെ തുള്ളിച്ചാടിയിരിക്കുന്നു. ചിരി കൊണ്ട് വയ്യ സ്നേഹയ്ക്ക്. എന്താന്നറിയത്തില്ല, ഭയങ്കര ചിരി സ്നേഹയ്ക്ക്. സീതയാണെങ്കിൽ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് സ്നേഹേനെ, പക്ഷെ അപ്പം ഞങ്ങൾ ചോറ്റാനിക്കര പോകുമ്പം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ചേ ഉള്ളായിരുന്നു. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തതുകൊണ്ട് സ്നേഹയും ചോറ്റാനിക്കരയും ആയിരുന്നു നമ്മുടെ വിഷയം. അങ്ങനെ പറഞ്ഞു നമ്മുടെ ചോറ്റാനിക്കരയെ പോക്ക് ക്യാൻസലായി. അത് നമ്മൾ അടുത്ത ആഴ്ച പോകുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു 2-3 മിനിറ്റുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എന്നാലും ഞങ്ങളത് അങ്ങനെ ഡെയിലി കണ്ടന്റായിട്ട് അവളുടെ കൂടെ കുറെ പിള്ളേരുള്ള ഇടുന്നതായിരിക്കും. കണ്ടന്റിനൊരു ക്ഷാമവും ഇല്ല. സ്നാപ്പ് അഡിക്റ്റായിട്ടുള്ള സീത സ്നാപ്പ് സ്നാപ്പൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സ്നേഹയ്ക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടോ? സ്നേഹ ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ സ്നേഹയ്ക്ക്? ഈ അവസരത്തിൽ എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സീതയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കയറിയിട്ട് 2-നും കാര്യമായിട്ട് തരുന്നതായിരിക്കും. സീത ഇവിടെ ഇരുന്ന് സ്നേഹേനെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? അതെ വീഡിയോയ്ക്കകത്ത് പാവമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതെ വരും ഗൈസ്, സ്നേഹ ബ്ലിങ്കിറ്റിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ 3 പേരും കൂടി അതെ അത് വെച്ച് ഞങ്ങൾ 3 പേരും കൂടി വാങ്ങിക്കാൻ പോവാണേ. അപ്പം ഇത് കാണാം. എവിടെ പോവാ? നമ്മള് ബ്ലിങ്കിറ്റിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് വേണം നാളെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇതെങ്ങനെയുണ്ട്? സീതയുടെ സാധനം വന്നു. സാധനം വന്നിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ. ഇത്രയും വെറൈറ്റി ആയിട്ടൊരു അൺബോക്സിങ് ആദ്യമായിട്ടായിരിക്കും. അതെ സ്നേഹ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഓപ്പൺ ഡേറ്റ്സ് പിന്നെ സവാളുണ്ട്, ഇവനുണ്ട്, പിന്നെ തക്കാളി, പൊട്ടാറ്റോ, ടൊമാറ്റോ, ഇത് പച്ചമുളക്, ഇതൊക്കെ ഇത് നാളെ അച്ചാറിട്ടുണ്ട് വരാനാണ്. ഇതൊക്കെ ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇതോടുകൂടി ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. അവസാനിക്കുന്നു.
മതി. അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ചോറ്റാനിക്കര പോകും ഗൈസ്. എപ്പോഴാണ്